കഥയാരംഭിക്കുന്നത് 2030-ലാണ്. ലോകമൊട്ടുക്കും കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലം. പണത്തിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന കാലിഫോർണിയ ഗവൺമെന്റ് വളരെ വ്യത്യസ്തമായ ഒരു ഗ്രാൻഡ് ലോട്ടറി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കാലിഫോർണിയ ഗ്രാൻഡ് ലോട്ടറി എന്നായിരുന്നു അതിന് പേരിടപ്പെട്ടത്. $22 മില്യൺ അതിന്റെ പ്രൈസ് മണിയായിട്ടുള്ളത്. പക്ഷെ ആ ലോട്ടറി കുറച്ചധികം വ്യത്യസ്തമായിരുന്നു. ലോട്ടറി അടിച്ച വ്യക്തിയെ ലോട്ടറി പണം നേടുവാൻ തോറ്റ വ്യക്തികൾക്ക് വേട്ടയാടി കൊല്ലാൻ പറ്റും. അങ്ങനെ ആര് ലോട്ടറി വിജയിച്ചയാളെ കൊല്ലുന്നോ അയാൾക്കായിരിക്കും പിന്നീട് ആ ലോട്ടറി ലഭിക്കുക. അതും ലോട്ടറി അടിച്ച ദിവസത്തെ സൺസെറ്റിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ലോട്ടറി ഉടമ തന്നെ വിജയിയാകും. ആകെ അതിലുള്ള റൂൾ എന്ന് പറയുന്നത് തോക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നത് മാത്രമാണ്. വർഷങ്ങൾക്കിപ്പുറം കാലിഫോർണിയ വളരെയധികം അപകടം പിടിച്ച ഒരു സ്ഥലമായി മാറിയിരുന്നു. ഒരുപാട് ആളുകൾ ലോട്ടറി വിന്നറെ കൊന്ന് പണം നേടുവാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ലോട്ടറി വിന്നറായ വ്യക്തി ആളുകളിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ എത്തിച്ചേർന്നത് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. ആദ്യം അവർക്ക് തന്റെ വീട്ടിലെത്തിയ വ്യക്തി ഒരു ലോട്ടറി വിന്നറാണ് എന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ലോട്ടറി കമ്പനിയുടെ ഡ്രോൺ ആ വീടിന് പുറത്തു കണ്ടതും തന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ലോട്ടറി വിന്നറാണ് എന്ന ലേഡി തിരിച്ചറിഞ്ഞു. പിന്നെ വൈകിയില്ല. അവിടെ ഇരുന്ന ഒരു ടോയ് ഗണ്ണും എടുത്ത് ആ ലേഡി അതുപയോഗിച്ച് ആ വ്യക്തിയെ വകവരുത്തി. അതോടെ ആ ലേഡി ലോട്ടറി വിന്നറായി. തൊട്ടു പിന്നാലെ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് എത്തിയിരുന്നു. ലോട്ടറി വിന്നിംഗ് തുക ആ ലേഡിക്ക് കൈമാറുകയും ചെയ്തു. കഥ അവിടെ നിന്നും കേറ്റി കിം എന്ന പേരുള്ള ഒരു യുവതിയിലേക്ക് നീളുന്നു. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലേക്ക് അവളപ്പോൾ വന്നെത്തുകയായിരുന്നു. അടുത്ത ലോട്ടറി തിരഞ്ഞെടുപ്പിന് 18 മണിക്കൂറും 12 മിനിറ്റും 55 സെക്കൻഡും സമയമുണ്ട്. കേറ്റി കിമ്മിനെ സംബന്ധിച്ചിടത്തോളം കാലിഫോർണിയയിൽ നടക്കുന്ന ജാക്ക്പോട്ട് ലോട്ടറിയെ പറ്റി അവൾക്കൊരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ കേറ്റി ഒരു സ്റ്റാർ ആയിരുന്നു. പക്ഷെ അവൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. നിലവിൽ ഹോളിവുഡിലേക്ക് മടങ്ങിയെത്തി അഭിനയത്തിൽ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിനായിരുന്നു ലോസ് ഏഞ്ചലസിലേക്ക് അവൾ വന്നെത്തിയതും. അടുത്തിരുന്ന ലേഡി അത് കണ്ട് കേറ്റിയെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. കേറ്റിയുടെ കൈപിടിച്ച് നീ നല്ലൊരു പെൺകുട്ടിയാണെന്നും നീ വലിയൊരു ഹോളിവുഡ് സ്റ്റാർ ആവും എന്നൊക്കെ ആ ലേഡി പറഞ്ഞിരുന്നു. ശേഷം യാത്ര പറഞ്ഞ് ആ ലേഡി തന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോഴാണ് കേറ്റി മനസ്സിലാക്കുന്നത് ആ ലേഡി തന്റെ കയ്യിലെ വാച്ചും കട്ടോണ്ടാണ് പോയതെന്ന്. കാലിഫോർണിയ കുറ്റവാളികളും മറ്റും നിറഞ്ഞ ഇത്രമേൽ മോശം ഇടമായി മാറിയത് കേറ്റിയെ അതിശയിപ്പിക്കുന്നതായിരുന്നു. വൈകാതെ എയർബിഎൻബി വെച്ച് ബുക്ക് ചെയ്ത് തന്റെ റൂമിലേക്ക് കേറ്റി എത്തിച്ചേർന്നു. ആ റൂം വാടകയ്ക്ക് കൊടുത്തിരുന്നത് ഷേഡി എന്നും DJ എന്നും പേരുള്ള ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായിരുന്നു. പണത്തോട് വളരെയധികം ആർത്തിയുള്ള രണ്ടുപേർ. റൂം അത്ര കംഫോർട്ടബിൾ ആയി കേറ്റിക്ക് തോന്നിയില്ല. പക്ഷേ ഒരുപാട് പണം കയ്യിലില്ലാത്തത് കൊണ്ട് അത് തന്നെ അഫോർഡ് ചെയ്യാൻ കേറ്റി തീരുമാനിച്ചു. ഷേഡിയും ഹോളിവുഡിൽ ഒരു ലോ ലെവൽ ആക്ട്രസ് ആണ്. എന്നെങ്കിലും വലിയൊരു നടിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തി. പിന്നാലെ നമ്മൾ മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടുന്നു. നോയൽ കാസിഡി എന്നാണ് അയാളുടെ പേര്. നോയൽ മുൻകാല സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ ഫ്രീലാൻസ് ആയി സെക്യൂരിറ്റി ജോലി നോക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ലോട്ടറി വിജയിക്കുന്നവരെ മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ജോലി. 10% തുക ലോട്ടറി വിജയിക്കുന്ന വ്യക്തിയിൽ നിന്ന് അതിന്റെ പ്രതിഫലം എന്ന രീതിയിൽ നോയൽ ഈടാക്കുകയും ചെയ്യും. പിറ്റേന്ന് പുലർച്ചെ സീലിംഗിൽ നിന്ന് വെള്ളം മുഖത്ത് വീണിട്ടാണ് കേറ്റി ഉണരുന്നത്. കേറ്റി നോക്കുമ്പോൾ അത് സാധാരണ വെള്ളമായിരുന്നില്ല, മറിച്ച് മുകളിലത്തെ ടോയ്ലറ്റിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളമായിരുന്നു. കേറ്റിയാകെ വല്ലാതായി. കേറ്റി തയ്യാറാക്കി വെച്ചിരുന്ന ഓഡീഷൻ വസ്ത്രത്തിലേക്കും ആ വെള്ളം വീണിരുന്നു. കേറ്റിക്കാകെ ദേഷ്യം വന്നു. അതോടെ മറ്റു വഴിയില്ലാതെ ഷേഡിയെ വിളിച്ച് കേറ്റി അന്ന് ഷേഡിയുടെ ഡ്രസ്സ് എടുത്ത് ധരിച്ചാണ് ഓഡീഷന് പുറപ്പെട്ടത്. വൈകാതെ പുറപ്പെട്ട് കേറ്റി ഓഡീഷൻ എത്തി. നിരവധി ആളുകൾ ഓഡീഷനിൽ പങ്കെടുക്കാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കേറ്റി ഫ്ലയറിൽ കണ്ടിരുന്ന പോലെ $200 ആയിരുന്നില്ല അവിടുത്തെ രജിസ്ട്രേഷൻ ഫീ. ഓർഗനൈസേഴ്സ് അത് $400 ആക്കി ഉയർത്തിയിരുന്നു. മറ്റു വഴിയില്ലാതെ കേറ്റി $400 അടച്ച് ഓഡീഷനിൽ പങ്കെടുക്കാൻ തയ്യാറായി. ഓഡീഷനിടയിൽ കേറ്റി തന്റെ പോക്കറ്റിൽ കൈയിട്ടിരുന്നു. ഷേഡിയുടെ ആ ഡ്രസ്സിൽ ഷേഡി വാങ്ങിയ ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. കേറ്റി അത് എടുത്ത സമയത്ത് കേറ്റിയുടെ തംപ്രിന്റ് അതിലെ ആക്ടിവേഷൻ ഭാഗത്ത് തൊട്ടിരുന്നു. അതോടെ കേറ്റി ആ ലോട്ടറി ടിക്കറ്റിന്റെ ഓണറായി മാറി. അന്ന് ആ സമയത്തായിരുന്നു ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കുക. അന്നത്തെ നറുക്കെടുപ്പിൽ വിജയിയായതാകട്ടെ കേറ്റിയുടെ ആ ലോട്ടറി ആയിരുന്നു. അതായത് കേറ്റി തന്നെ. പിന്നാലെ ലോസേഴ്സിന്റെ ലോട്ടറി ടിക്കറ്റിൽ കേറ്റിയുടെ ഫോട്ടോയടക്കം പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചു. കേറ്റി കിമ്മാണ് വിജയിയെന്നും അതിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. പാവം കേറ്റിക്കാണെങ്കിൽ ലോട്ടറിയുടെ കാര്യം ഒന്നും തന്നെ അറിയില്ലല്ലോ. അവൾ ഒന്നും അറിയാതെ പൊതുജന മധ്യത്തിലൂടെ മുമ്പോട്ട് പോയി. ഓഡീഷന് വന്നിരുന്ന ലേഡികളുടെ പക്കലും അതേ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു. കേറ്റിയാണ് വിജയി എന്ന് കണ്ടതും കേറ്റി പുറത്തേക്ക് വന്നപ്പോ തന്നെ കേറ്റിയെ കൊല്ലുവാൻ അവർ ആക്രമണം ആരംഭിച്ചു. ഒരു തരത്തിൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് കേറ്റി ഓടിക്കേറിയത് ഒരു ജൂഡോ പ്രാക്ടീസിംഗ് ഏരിയയിലേക്കായിരുന്നു. അവിടെയുള്ളവരാകട്ടെ ലോട്ടറി ടിക്കറ്റ് വെച്ച് തങ്ങൾ
ഞങ്ങളുടെ ടാർഗറ്റ് ഇതാ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന പോലെ കേറ്റിയെ നോക്കിക്കണ്ടു. കേറ്റി അവിടെ വെച്ചും ആക്രമിക്കപ്പെടുകയാണ്. പക്ഷേ ആക്രമണത്തിനിടയിൽ കേറ്റി അടുത്ത മുറിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു. അവിടുണ്ടായിരുന്നവരും കേറ്റിയെ കണ്ടതും ചുറ്റിവളഞ്ഞ് കേറ്റിയെ ആക്രമിക്കാൻ തുടങ്ങി. രക്ഷപ്പെടാൻ കേറ്റി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കേറ്റി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടും എന്നൊരു ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് നോയൽ ചാടി വീഴുകയാണ്. കേറ്റി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നോയൽ ഫൈറ്റ് ചെയ്തു. കേറ്റി വിചാരിച്ചത് നോയൽ തന്നെ ആക്രമിക്കുമെന്നായിരുന്നു. പക്ഷെ മറ്റുള്ളവരെ നോയൽ ആക്രമിക്കുന്ന കണ്ടതും കേറ്റി അതിശയത്തോടെ നോയലിനെ നോക്കുന്നുണ്ട്. ഫൈറ്റിനിടയിൽ തന്നെ നോയൽ കേറ്റിയോട് സംസാരിച്ചു. കേറ്റിക്ക് വേണ്ട സുരക്ഷ താൻ തരുമെന്നും ലോട്ടറി വിന്നിംഗ് എമൗണ്ടിന്റെ 10% തുക തന്റെ പ്രതിഫലമായി തരണം എന്നും നോയൽ ആവശ്യപ്പെട്ടു. എഗ്രിമെന്റ് സൈൻ ചെയ്യാനും പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്ന് കേറ്റിക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജീവൻ മാത്രം രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചിരുന്ന കേറ്റി ഉടനടി അതിന് സമ്മതിച്ചു. പിന്നാലെ നോയൽ അവിടെയുള്ള ഏവരെയും അടിച്ച് താഴെയിട്ടു. കേറ്റിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. കേറ്റി ഇപ്പോൾ $22 മില്യൺ വില വരുന്ന ലോട്ടറി വിജയിയായിരിക്കുകയാണ്. ഈ ലോട്ടറിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് കേറ്റിയെ വകവരുത്തി ആർക്ക് വേണമെങ്കിലും ആ ലോട്ടറി തുക കരസ്ഥമാക്കാം. അതുകൊണ്ടാണ് കേറ്റി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേറ്റിയെ നിരീക്ഷിച്ചുകൊണ്ട് ലോട്ടറി കമ്പനിയുടെ ഡ്രോൺ പുറത്തുണ്ട്. ഓരോ 15 മിനിറ്റിലും കേറ്റിയുടെ ലൊക്കേഷൻ ഫാൻസ് എന്ന് വിളിക്കപ്പെടുന്ന ലോട്ടറി ലോസേഴ്സിന് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കേറ്റി അപ്പോഴായിരുന്നു ഞെട്ടലോടെ താൻ പെട്ട അപകടം മനസ്സിലാക്കുന്നത്. നോയൽ പിന്നാലെ കേറ്റിയെ കൂട്ടി അവിടെ നിന്ന് പോരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും കേറ്റിയെ പിന്തുടർന്ന് നിരവധി പേർ കാറിന് പിന്നാലെയും ഓടി വരുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കേറ്റി നോയലിനോട് ഈ കാർഡ് ക്യാൻസൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ലോട്ടറി വിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ വഴിയൊന്നുമില്ലെന്നും ആകെയുള്ള വഴി കേറ്റിയെ പിന്തുടരുന്ന ഫാൻസിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമാണ് എന്നും നോയൽ പറഞ്ഞു. പിന്നെ മറ്റൊന്നുള്ളത് കാലിഫോർണിയ ബോർഡർ വിട്ട് താണ്ടിപ്പോവലാണ്. കാലിഫോർണിയ വിട്ട് പുറത്തെത്തിയാലും കേറ്റി രക്ഷപ്പെടും. നിരവധി ഫാൻസ് അപ്പോഴും കേറ്റിയെ പിടികൂടാൻ പിന്തുടരുന്നുണ്ടായിരുന്നു. നോയൽ തന്റെ സ്കിൽ ഉപയോഗിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് കേറ്റിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഫാൻസിനെയൊക്കെ ഒഴിവാക്കി കേറ്റിയും നോയലും ഒരു തെരുവിടുക്കിലേക്ക് എത്തുകയാണ്. നോയലും തന്നെ ആക്രമിക്കുമോ എന്ന ആ ഘട്ടത്തിൽ കേറ്റി ഭയപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോയലിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ കേറ്റി ശ്രമിച്ചു. കേറ്റിയെ പിടിച്ചു നിർത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ നോയൽ ശ്രമിച്ചെങ്കിലും അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് 2 പോലീസുകാരെത്തുന്നത്. പോലീസിനെ കണ്ടതും കേറ്റിക്ക് ആശ്വാസമായി. പ്രൊട്ടക്ഷൻ ചോദിച്ച് കേറ്റി അവരുടെ മുമ്പിലേക്ക് ചെന്നു. പക്ഷെ പോലീസുകാരും ലോട്ടറി മണിക്ക് വേണ്ടി കേറ്റിയെ വകവരുത്താനായിരുന്നു ശ്രമിച്ചത്. പക്ഷെ പെട്ടെന്ന് നോയൽ ഇടപെട്ടു. പോലീസുകാരെ അടിച്ചു വീഴ്ത്തി. ഇതിനിടയിൽ കേറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അവിടെ നിന്നും പോന്ന കേറ്റി എത്തിപ്പെട്ടത് ഒരു വാക്സ് മ്യൂസിയത്തിലേക്കാണ്. ആ വാക്സ് മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ് ഗവൺമെന്റ് നടത്തുന്ന ആ ലോട്ടറി പ്രോഗ്രാമിനോട് ഒരു തരത്തിലും അഭികാമ്യമുള്ള ആളായിരുന്നില്ല. അതിനെ എതിർത്തിരുന്ന അദ്ദേഹം കേറ്റിയെ സംരക്ഷിക്കാൻ വാക്സ് മ്യൂസിയത്തിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ മ്യൂസിയത്തിനകത്തെത്തിയ കേറ്റി കാർ അവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നറിയാൻ ഷേഡിയെ കോൾ ചെയ്തു. പക്ഷേ സംസാരത്തിനിടയിൽ ലോട്ടറി മണിക്ക് വേണ്ടി ഷേഡിയും തന്നെ വകവരുത്തിയേക്കും എന്ന് കേറ്റിക്ക് തോന്നുന്നുണ്ട്. കേറ്റി അതുകൊണ്ട് തന്നെ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. കേറ്റിയുള്ള ഇടം മനസ്സിലാക്കിയ ഷേഡിയും ബോയ് ഫ്രണ്ട് ഡിജയും ചേർന്ന് കേറ്റിയുള്ള വാക്സ് മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. കാവൽ നിന്ന സെക്യൂരിറ്റി ഗാർഡിനെ അടിച്ചിട്ട് അവർ അകത്ത് കയറി. കേറ്റിയെ പിടികൂടി കൊലപ്പെടുത്തി കാർഡ് സ്വന്തമാക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അകത്തെത്തിയ അവർ കേറ്റിയെ സഹായിക്കാൻ എന്ന വ്യാജേന കേറ്റിയെ വിളിക്കാൻ ശ്രമിച്ചു. കേറ്റി അവരിൽ നിന്നും മറഞ്ഞിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കേറ്റി അവരുടെ മുമ്പിൽ ചെന്ന് വിട്ടു. ഒരു ഘട്ടത്തിൽ അവർ ആയുധമെടുത്ത് ആക്രമിക്കാൻ തുടങ്ങിയതും കേറ്റി സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ തിരികെ അവരെ ആക്രമിച്ചു. അവിടെ നടന്ന പോരാട്ടത്തിൽ നിന്ന് ഒരു തരത്തിൽ കേറ്റി രക്ഷപ്പെട്ട് പുറത്തു ചാടി. പക്ഷേ പുറത്തെത്തിയ കേറ്റി കണ്ടത് കേറ്റിയെ ആക്രമിക്കാൻ നിൽക്കുന്ന വലിയ സംഘം ആളുകളെയായിരുന്നു. അപ്പോഴേക്കും പോലീസുകാരുടെ കാറുമെടുത്ത് നോയൽ എത്തിച്ചേർന്നിരുന്നു. കേറ്റിക്കായി നോയൽ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. വേറെ എങ്ങോട്ട് പോയാലും രക്ഷയില്ലെന്ന് കണ്ടതും കേറ്റിയോടി നോയലിന്റെ കാറിൽ കയറുകയാണ്. നോയൽ കേറ്റിയെ കാറിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ തുടങ്ങി. കേറ്റി വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഒരു ലോട്ടറിക്ക് വേണ്ടി എല്ലാവരും തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് കേറ്റി ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ ആക്ട്രസ് ആയിരുന്നപ്പോ എനിക്ക് കുറെ ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു ഫാൻസുമില്ലെന്നാ ഞാൻ കരുതിയിരുന്നേ. ഇപ്പൊ നോക്കിയാൽ എന്റെ ഫാൻസ് എന്ന് പറയുന്നവർ എന്നെ കൊല്ലാൻ നോക്കുന്നു. കേറ്റി പുലമ്പിക്കൊണ്ടേയിരുന്നു. പിന്നാലെ കേറ്റി നോയലിനോട് ആ കാര്യം ചോദിച്ചു. നോയലിന് വേണമെങ്കിൽ തന്നെ കൊന്ന് മുഴുവൻ പണവും എടുക്കാം. പക്ഷെ എന്തിനാണ് നോയൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? നോയൽ ആകെ പറഞ്ഞത് താൻ നല്ലൊരു മനുഷ്യനാണെന്നും തനിക്ക് അവളെ സഹായിക്കണം എന്ന് മാത്രമേ ഉള്ളൂവെന്നുമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവരുടെ പുതിയ ലൊക്കേഷൻ ഫാൻസിന് എത്തിച്ചേർന്നിരുന്നു. അതോടെ ഫാൻ സംഘം എത്തി കേറ്റിയെയും നോയലിനെയും ആക്രമിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെ തുടർന്നാൽ എന്തു ചെയ്യും എന്ന് കേറ്റി വല്ലാതെ ടെൻഷനിലാവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കേറ്റിക്ക് ഒരു ഐഡിയ തോന്നി. വളരെ സമ്പന്നരായ സെലിബ്രിറ്റികളുടെ വീട്ടിൽ ഒരു പാനിക് റൂം ഉണ്ടാകും, ഒരു സേഫ് റൂം. അങ്ങോട്ടേക്ക് പോയി ആ സേഫ് റൂമിനകത്ത് കയറിയിരുന്നാൽ കുറേയധികം സമയം സുരക്ഷിതമായിട്ടിരിക്കാം. പണക്കാരാകുമ്പോൾ ഈ ലോട്ടറിയുടെ പിന്നാലെയൊക്കെ പോയി അവരത്ര പ്രശ്നക്കാരുമായിരിക്കില്ല. കേറ്റിയും നോയലും അങ്ങനെ പുറപ്പെട്ടു ചെന്നത്
MGK എന്ന റാപ്പറിന്റെ വീട്ടിലേക്കായിരുന്നു. MGK വന്ന് ഡോർ തുറന്നു. നോയലിന്റെ മയക്കുവെടിയടങ്ങിയ തോക്കെടുത്ത് MGK അത് ചൂണ്ടി കേറ്റി ഭീഷണിപ്പെടുത്തി. MGKയുടെ പാനിക് റൂം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഭയന്നിരുന്ന MGK തന്റെ ലോക്കർ റൂം കേറ്റിക്കും നോയലിനുമായി കാണിച്ചു കൊടുത്തു. ആ പാനിക് റൂമിനകത്തേക്ക് MGK ഭീഷണിപ്പെടുത്തി കേറ്റിയും നോയലും പ്രവേശിക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ കേറ്റിയുടെ കയ്യിലെ തോക്കിൽ നിന്ന് വെടിപൊട്ടി മയക്കുവെടിയേറ്റ് MGK താഴെ വീണു. അപ്പോഴേക്കും ഫാൻസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഉടനടി പാനിക് റൂമിനകത്ത് കയറി നോയലും കേറ്റിയും അത് ലോക്ക് ചെയ്തിരുന്നു. അപ്പോഴേക്കും പുറത്ത് ഫാൻസ് തടിച്ചുകൂടിയിരുന്നു. പാനിക് റൂമിനകത്തെത്തിയിട്ടും നോയലിനെ പൂർണ്ണമായി വിശ്വസിക്കാതിരുന്ന കേറ്റി തന്റെ കയ്യിലുണ്ടായിരുന്ന മയക്കുവെടി തോക്ക് ഉപയോഗിച്ച് നോയലിന് നേരെയും ചൂണ്ടിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ നോയൽ തന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു അത്. കേറ്റി ഒരുപാട് പാനിക്കാണ് എന്ന് മനസ്സിലാക്കിയ നോയൽ കേറ്റിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു തരത്തിൽ കേറ്റി ഒന്ന് ആശ്വസിക്കുന്നുണ്ട്. അവർ ഒന്നിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് കേറ്റിയുടെ പോക്കറ്റിൽ നിന്ന് ചെറിയ ഓസ്കാർ ട്രോഫി താഴെ വീഴുന്നത്. അത് കണ്ട നോയൽ അതെടുത്ത് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് കേറ്റി അതിനെപ്പറ്റി പറയുന്നത്. അത് അവളുടെ മരണപ്പെട്ടുപോയ അമ്മയുടെ സമ്മാനമായിരുന്നു. കേറ്റി ഒരു ഹോളിവുഡ് സ്റ്റാറായി മാറണം എന്ന് അവളുടെ അമ്മ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് കേറ്റി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവരുടെ മുഴുവൻ പണവും എടുത്തു മുങ്ങി. അതോടെ കേറ്റിയുടെ സ്റ്റാർ ആവുക എന്ന സ്വപ്നവും പൊലിഞ്ഞു. കേറ്റിയുടെ കുടുംബം അതോടെ വലിയ ദാരിദ്ര്യത്തിൽ പെട്ടുപോയിരുന്നു. കേറ്റി ഒരു സ്റ്റാർ ആവണമെന്നത് അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അമ്മയുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് കേറ്റി ഹോളിവുഡിലേക്ക് തിരികെ എത്തിയത് പോലും. അത് കേട്ടതും തനിക്ക് ഷെയർ ഒന്നും തന്നില്ലെങ്കിലും കേറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനും ലോട്ടറി ക്യാൻസലേഷനും താൻ സഹായിക്കാം എന്ന് നോയൽ കേറ്റിയോട് പറഞ്ഞു. അതെന്തിനാ നോയൽ അങ്ങനെ ചെയ്യുന്നത് എന്ന് കേറ്റി തിരക്കി. തന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ജീവനാണ് ഏറ്റവും വലുത്, പണമല്ലെന്നായിരുന്നു നോയലിന്റെ മറുപടി. ഇതേസമയം ഫാൻസ് പാനിക് റൂമിന്റെ പുറത്തുനിന്ന് അകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഷേഡി അങ്ങോട്ടേക്ക് എത്തുന്നത്. MGK മയങ്ങിക്കിടക്കുന്നത് കണ്ടതും MGKയെ പൊക്കിയെടുത്ത് ഷേഡി അവിടുത്തെ പൂളിലേക്ക് ഇട്ടു. വെള്ളത്തിൽ വീണ MGK മയക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു. ഷേഡി MGKയോട് പാനിക് റൂമിന്റെ കോഡ് ചോദിച്ചു. ഭീഷണിപ്പെടുത്തിയതും MGK ആ കോഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയും അവിടെ തുടർന്നാൽ പ്രശ്നമാണ് എന്ന് നോയൽ മനസ്സിലാക്കിയിരുന്നു. നോയൽ ഉടനടി തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ഫാൻസിന്റെ കയ്യിലുള്ള ഫോണുകളൊക്കെ ഹാക്ക് ചെയ്ത് അത് പൊട്ടിത്തെറിപ്പിച്ച് തൽക്കാലത്തേക്ക് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന തരത്തിൽ ഹാക്കിംഗ് അടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെയായിരുന്നു നോയൽ വിളിച്ചത്. നോയൽ പറഞ്ഞ പോലെ കൃത്യസമയത്ത് ആ സുഹൃത്ത് സഹായിക്കുകയും ഫാൻസിന്റെ കയ്യിലെ ഫോൺ പൊട്ടിത്തെറിച്ചു നിന്ന ആ ഒരു അവസരം മുതലെടുത്ത് കേറ്റിയും നോയലും പാനിക് റൂമിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. പക്ഷേ ഫോൺ പൊട്ടിത്തെറിച്ച കൂട്ടത്തിൽ ഷേഡിയുടെ ബോയ് ഫ്രണ്ട് DJക്ക് കുറച്ചധികം പരിക്കേറ്റിരുന്നു. ഷേഡിക്ക് അത് കണ്ട് വലിയ തോതിൽ ദേഷ്യവും സങ്കടവും വന്നു. എങ്ങനെയും ലോട്ടറി മണി സ്വന്തമാക്കണം, അതിന് നോയലിനും കേറ്റിക്കുമെതിരെ പ്രതികാരം തീർക്കണം എന്ന് ഷേഡിയുടെ മനസ്സിൽ ഒരു വെറി വന്നു. ഷേഡി ആ വെറിയോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കേറ്റിയെ സംരക്ഷിക്കാൻ നോയൽ പൂർണ്ണമായി തീരുമാനിച്ചിരുന്നു. നേരത്തെ സഹായിച്ച സുഹൃത്ത് ലൂയിസ് ഉണ്ടല്ലോ, ലൂയിസിന്റെ ഹൈടെക് ഫെസിലിറ്റിയിലേക്ക് ലൂയിസ് വിളിച്ചിട്ട് തന്നെ കേറ്റിയെയും കൂട്ടിക്കൊണ്ട് നോയൽ ചെന്നു. അവിടെ എത്തിയതും ലൂയിസിന്റെ കമ്പനിയെപ്പറ്റി കേറ്റി മനസ്സിലാക്കുകയാണ്. ലൂയിസിന്റെ കമ്പനി പ്രവർത്തിക്കുന്നത് ലോട്ടറി വിൻ ചെയ്ത വ്യക്തികളെ സംരക്ഷിക്കുന്ന വിഭാഗത്തിലാണ്. കേറ്റിയെ പോലെ സഹായം ആവശ്യമുള്ള, പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളവരെ ലൂയിസിന്റെ കമ്പനി ഒരു പ്രതിഫലം വാങ്ങി സംരക്ഷിക്കും. അകത്തേക്ക് കടന്നപ്പോൾ ലൂയിസ് അവിടെ ഉണ്ടായിരുന്ന തങ്ങൾ ഇതുവരെ രക്ഷിച്ചിട്ടുള്ള ലോട്ടറി വിന്നേഴ്സിനെ അടയാളപ്പെടുത്തുന്ന രൂപങ്ങൾ കേറ്റിയെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ വിചിത്രമായി എല്ലാ വിന്നേഴ്സിനെയും അനോണിമസ് എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ആരുടെയും പേരോ മറ്റു വിവരങ്ങളോ കൊടുത്തിരുന്നില്ല. കേറ്റിൽ ലോട്ടറി ക്യാൻസൽ ചെയ്ത് രക്ഷപ്പെടാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ലൂയിസ് കേറ്റിയോട് സംസാരിച്ചു. ലോട്ടറി ക്യാൻസൽ ചെയ്യണ്ട, ഇവരെ പോലെ നിങ്ങളെയും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് ആ പണം നിങ്ങൾക്ക് നേടിത്തരാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പങ്ക് നൽകിയാൽ മാത്രം മതി. പക്ഷേ കേറ്റി തീരുമാനിച്ചുറച്ച പോലായിരുന്നു. തനിക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണമുണ്ടാക്കിയാൽ മതി എന്ന് അവൾ പറഞ്ഞു. പക്ഷേ ലൂയിസ് വീണ്ടും കേറ്റിയോട് കേറ്റിയെ കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ചു. ഈ പണം കിട്ടിയാൽ കേറ്റിക്ക് കേറ്റിയുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ ലൂയിസ് പറഞ്ഞതും അത് ശരിയാണെന്ന് കേറ്റിക്കും തോന്നി. പക്ഷേ സംസാരിച്ചപ്പോ ഒരു കണ്ടീഷൻ കേറ്റി മുമ്പിലേക്ക് വെച്ചു. ലോട്ടറി വിന്നിംഗ് മണിയുടെ 30% നോയലിന് കമ്മീഷനായി കൊടുക്കണം എന്നായിരുന്നു അത്. ലൂയിസിന്റെ കമ്പനി നോയലിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനും പാടില്ല എന്നും കേറ്റി വ്യക്തമാക്കി. അതായത് കേറ്റിക്ക് ഏകദേശം ലോട്ടറിയുടെ 50% തുക ലഭിക്കും, ബാക്കി നോയലിനും ലൂയിസിനുമായി വീതിക്കപ്പെടും. ചർച്ചയ്ക്കൊടുവിൽ എല്ലാവരും തമ്മിൽ തീരുമാനത്തിലെത്തിയതും കേറ്റി അവിടുത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. പിന്നാലെ കേറ്റി അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെടുകയാണ്. അവിടെ നിന്ന് പ്രൈസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്, അതിന്റെ പ്രോസസ്സിന് വേണ്ടി. ഇതിനിടയിൽ നോയലും ലൂയിസും ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ പാസ്റ്റുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ എന്തോ മടിയുള്ള തരത്തിലുള്ള ചില കാര്യങ്ങൾ. അടുത്ത ദിവസമാണ് കേറ്റിക്ക് ലോട്ടറി പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അതിനു മുമ്പ്
അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ കേറ്റിക്ക് ആവശ്യമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും മറ്റും ലഭിക്കാൻ ആരംഭിച്ചു. നോയലിനും ട്രീറ്റ്മെന്റുകൾ ലഭിച്ചിരുന്നു. അവരങ്ങനെ ട്രീറ്റ്മെന്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ നോയൽ തന്റെ പഴയകാല കഥ കേറ്റ് ചോദിച്ചപ്പോൾ അവളോടായി പറഞ്ഞു. നോയലും ലൂയിസും മുമ്പ് കൂലി പട്ടാളക്കാരായിരുന്നു. അന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയെ വകവരുത്താൻ അവർക്കൊരു ദൗത്യം ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് ആ ടാർഗറ്റിന്റെ വിവരം നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ ഏവരും കൊല്ലപ്പെടേണ്ടവരല്ല എന്ന തരത്തിലൊരു ചിന്ത നോയലിന് വന്നു. അതുകൊണ്ട് തന്നെ തന്റെ കൂലിപ്പട്ടാള സംഘം വിട്ട് നോയൽ തിരികെ വീട്ടിലേക്ക് പോന്നു. ആ ജോലി ഉപേക്ഷിച്ചു. പക്ഷെ പിന്നീട് നോയൽ അറിഞ്ഞത് തന്റെ ആ കൂലിപ്പട്ടാള സംഘത്തിലെ ഏവരും തന്നെ അന്ന് കൊല്ലപ്പെട്ടു എന്നായിരുന്നു. ലൂയിസ് മാത്രമായിരുന്നു അന്നത്തെ മിഷനിൽ സർവൈവ് ചെയ്തത്. താൻ അന്നങ്ങനെ പോന്നതുകൊണ്ടായിരിക്കുമോ സ്ക്വാഡ് മെമ്പേഴ്സ് കൊല്ലപ്പെട്ടത് എന്ന കുറ്റബോധം നോയലിനെ അന്നു മുതൽ വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നോയൽ പിന്നീട് ഹാർഡായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അന്ന് കൊല്ലപ്പെട്ട സ്ക്വാഡ് മെമ്പേഴ്സിന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ കേറ്റി നോയലിന് 30% കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ആ ഫാമിലികൾക്ക് വേണ്ടി നോയലിന് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷയുണ്ട്. നോയലിന് മേൽ കേറ്റിക്ക് അതോടെ കൂടുതൽ വിശ്വാസം തോന്നിയിരുന്നു. അപ്പോഴേക്കും ലൂയിസിന്റെ ഒരു ജീവനക്കാരി പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീനുമായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ മെഷീൻ ഉപയോഗിച്ച് തൽക്കാലത്തേക്ക് ഫേസ് മാസ്ക് ഒക്കെ അണിയിപ്പിച്ച് ഒരാളുടെ രൂപം മാറ്റാൻ പറ്റും. ആ ഫേസ് ഉപയോഗിച്ച് കേറ്റിക്ക് ടൗണിന് വെളിയിൽ കടന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കേറ്റി ഏത് രൂപം സ്വീകരിക്കണം എന്നതിലെ സ്കെച്ചുകളിൽ നോക്കി ഒടുവിൽ മീശയും താടിയും ഒക്കെയുള്ള ജാപ്പനീസ് ലുക്കുള്ള ഒരു രൂപമായിരുന്നു കേറ്റി സ്വീകരിച്ചത്. പിന്നാലെ ലൂയിസും ആളുകളും കടന്നു വന്നു. ലൂയിസ് തന്റെ ആളുകളോട് കേറ്റിയെ സുരക്ഷിതമായി കാലിഫോർണിയയ്ക്ക് വെളിയിലെത്തിക്കാനും കേറ്റി സുരക്ഷിതമായി കഴിഞ്ഞാൽ പ്രോസസ്ഡ് ആവുന്ന ലോട്ടറി മണി കേറ്റിയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു തരാം എന്നും ലൂയിസ് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും നോയലിന് ചില സംശയം തോന്നി. കാരണം സാധാരണ ലോട്ടറി പ്രോസസ് ചെയ്യുന്നത് ലോട്ടറി അടിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ച വ്യക്തിയെ കൊന്ന് ലോട്ടറി ക്ലെയിം ചെയ്യുന്ന വ്യക്തിയോ ആണ്. പണം കിട്ടുവാൻ ഒരുപാട് താമസവുമില്ല. ഉടനടി ലോട്ടറിയുടെ വിന്നിംഗ് പണം വിജയ്ക്ക് കൈമാറുകയും ചെയ്യും. ലൂയിസിന്റെ ഈ പരിപാടികളിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നോയൽ ചിന്തിക്കാൻ ആരംഭിച്ചിരുന്നു. വിജയിച്ചവരെയൊക്കെ അനോണിമസ് എന്നാണല്ലോ ലൂയിസ് രേഖപ്പെടുത്തിയിരുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ലൂയിസിന്റെ ആളുകൾ അവരെ കൊലപ്പെടുത്തിയ ശേഷം കമ്പനിയാണ് ആ പണം ക്ലെയിം ചെയ്തിരിക്കുന്നതെങ്കിലോ എന്ന തരത്തിലൊക്കെ നോയൽ ചിന്തിച്ചു. ഇതിനിടയിൽ കേറ്റിക്കും ചില സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. കാരണം നോയൽ കേറ്റിയുടെ കൂടെ വരാൻ പാടില്ല എന്ന് ലൂയിസ് പറഞ്ഞിരുന്നു. കേറ്റിയെയും കൂട്ടി ലൂയിസ് പോവാൻ തുടങ്ങിയതും കേറ്റി വേഗത്തിൽ ലൂയിസിനെ ആക്രമിച്ചു. പിന്നാലെ നോയൽ ഇടപെട്ടിരുന്നു. കേറ്റി കാറെടുത്ത് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. കേറ്റിയെ പിന്തുടരാൻ വന്ന ലൂയിസിന്റെ ആളുകളെ നോയൽ തടഞ്ഞു നിർത്തി. കേറ്റി രക്ഷപ്പെട്ട് കാർ ഓടിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കേറ്റിയെ ട്രാക്ക് ചെയ്യാൻ ലോട്ടറി കമ്പനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കേറ്റി ഏറെക്കുറെ വിന്നറായി എന്ന തരത്തിൽ വാർത്ത പരന്നിരുന്നു. കുറേയധികം ആളുകൾ കേറ്റി അത്തരത്തിൽ വിന്നറായതിനെ പ്രകീർത്തിച്ച് വീഡിയോ ചെയ്യാനും മറ്റും ആരംഭിച്ചു. കേറ്റിയുടെ ഒറിജിനൽ ഫാൻസായി മാറി. കേറ്റി അങ്ങനെ യാത്ര ചെയ്ത് ബോർഡർ ഭാഗത്തേക്ക് എത്തിയിരുന്നു. ബോർഡർ കടന്നാൽ കേറ്റി രക്ഷപ്പെടും, വിന്നറാകും. അപ്പോഴാണ് ലൂയിസിന്റെ കോൾ കേറ്റിയെ തേടിയെത്തുന്നത്. നോയൽ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും കേറ്റി തിരികെ വന്നില്ലെങ്കിൽ നോയലിനെ വകവരുത്തും എന്നും ലൂയിസ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നോയൽ കേറ്റിയോട് രക്ഷപ്പെട്ടു പോവാനും തന്നെ നോക്കി വരേണ്ടതില്ല എന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്ത്രീയായ കേറ്റിക്ക് നോയലിനെ അങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ മനസ്സില്ലായിരുന്നു. ഇതേസമയം ലൂയിസ് ആകട്ടെ നോയലിനെ വലിച്ചടിച്ച് ലോസ് ആഞ്ചലസിലെ ഒരു MT തിയേറ്ററിലേക്ക് എത്തിച്ചു. നോയലിനെ അവിടെ ഒരു ചെയറിൽ ബന്ധിപ്പിച്ച് ലൂയിസ് ഇരുത്താൻ തുടങ്ങി. പിന്നീട് നോയലിനോട് അയാൾ സംസാരിക്കുകയാണ്. പണ്ട് മിഷനിൽ നോയൽ അവരെയൊക്കെ വിട്ട് പോയതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന പോലെ ആദ്യമേ ലൂയിസ് സംസാരിച്ചു. പക്ഷെ പിന്നാലെ അന്ന് നടന്ന യഥാർത്ഥ കാര്യങ്ങൾ നോയലിനോട് വ്യക്തമായി പറഞ്ഞു. അന്ന് അവർക്ക് കൊല്ലാനായി ഓർഡർ കിട്ടിയിരുന്നത് വളരെയധികം സമ്പന്നനായ സ്വർണ്ണഖനികളുടെ ഉടമയായ ഒരു വ്യക്തിയെയായിരുന്നു. അവരേവരും ഒന്നിച്ച് സക്സസ്ഫുള്ളായി ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അന്നവിടെ ഒരുപാട് സ്വർണമുണ്ടായിരുന്നു. ആ സ്വർണം സ്ക്വാഡിനെ മൊത്തമായി വീതിക്കുവാൻ ലൂയിസിന് മനസ്സുണ്ടായിരുന്നില്ല. ലൂയിസ് അതുകൊണ്ട് സ്ക്വാഡ് മെമ്പേഴ്സിനെ മുഴുവൻ അങ്ങ് കൊന്നുതള്ളുകയായിരുന്നു. ശേഷം മിഷനിൽ കൊല്ലപ്പെട്ടതാണ് എന്നൊരു കഥയങ്ങ് അടിച്ചിറക്കി. ഞെട്ടലോടെയായിരുന്നു നോയൽ അത് കേട്ടത്. അത്രനാളും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നോയലിന് ആ വിവരം വലിയ ആശ്വാസമായിരുന്നു. ഇതേസമയം ലോട്ടറി കമ്പനി കേറ്റിക്കിനി 15 മിനിറ്റ് കൂടി സർവൈവ് ചെയ്താൽ മാത്രം മതി എന്ന കാര്യം അനൗൺസ് ചെയ്തിരുന്നു. 15 മിനിറ്റിനുള്ളിൽ ലൂയിസ് കേറ്റിയെ കൊന്നില്ലെങ്കിൽ ലൂയിസിന് ആ പണം കിട്ടില്ല. പിന്നാലെ ലൂയിസ് പറഞ്ഞ തിയേറ്ററിലേക്ക് കേറ്റി എത്തി. തന്റെ തലയിൽ ഗണ്ണ് വെച്ചുകൊണ്ടായിരുന്നു കേറ്റി നടന്നു കയറിയത്. ആർക്കും ലോട്ടറി വിൻ ചെയ്യാൻ താൻ അവസരം ഒരുക്കില്ലെന്നും താൻ സ്വയം തന്നെ മരിക്കുമെന്നും കേറ്റി ഭീഷണിപ്പെടുത്തി. തെളിവായി കേറ്റി തന്റെ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതും ലൂയിസ് കേറ്റിയെ സമാധാനിപ്പിച്ച് ലോട്ടറി മണി ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കേറ്റിയുടെ അടുത്തേക്ക് ചെന്നു. ലൂയിസിന്റെ വാക്കുകളിൽ കേറ്റി വീണുപോവുകയാണ്. വാക്കുറപ്പിക്കാൻ തലയിൽ നിന്ന് തോക്കുമാറ്റി കേറ്റി
കേറ്റി തയ്യാറായി നിന്നു. ലൂയിസ് കേറ്റിക്ക് അടുത്തെത്തിയതും കേറ്റി ലൂയിസിനെ ചവിട്ടി വീഴ്ത്തിയിരുന്നു. ഇതേ സമയം ഫാൻസ് ആകട്ടെ കേറ്റിയുള്ളത് തിയേറ്ററിലാണെന്ന് ലൈവ് സ്ട്രീമിംഗ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. ഇത് കണ്ടതും കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്ന നോയൽ എഴുന്നേറ്റ് അവർക്കെതിരെ പൊരുതാൻ ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നത് കേറ്റിയും നോയലും ഒന്നിച്ച് ലൂയിസിനും ഫാൻസിനുമെതിരെ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. ഷേഡിയടക്കം കേറ്റിയെ കൊല്ലാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ കേറ്റി ഉയരത്തിലേക്ക് കയറി നിന്നു. പക്ഷേ ലൂയിസ് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് കേറ്റിയെ ആക്രമിച്ചു. ഉയരത്തിൽ നിന്ന് കേറ്റിയെ താഴേക്കിടാൻ ഒരുങ്ങി. കേറ്റി ആ അവസരം മുതലെടുത്ത് ലൂയിസിന്റെ കയ്യിലെ ഗ്രനേഡിന്റെ പിൻ ഊരിയെടുത്തിരുന്നു. ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് ലൂയിസ് കൊല്ലപ്പെട്ടു. താഴേക്ക് വീണിരുന്ന കേറ്റിയെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ലോട്ടറി വിരുദ്ധരായ കേറ്റിയുടെ ഒറിജിനൽ ഫാൻസ് നെറ്റുമായി എത്തി പ്രൊട്ടക്ട് ചെയ്തു. അപ്പോഴേക്കും സമയം അവസാനിച്ചിരുന്നു. കേറ്റി ലോട്ടറി വിന്നറായി മാറി. സന്തോഷത്തോടെ കേറ്റി നോയലിനെ ഹഗ് ചെയ്തു. അപ്പോഴേക്കും ലോട്ടറി ഏജൻസിയുടെ റെപ്രസെന്റേറ്റീവ് എത്തിയിരുന്നു. കേറ്റിക്ക് സമ്മാനത്തുക ഉടനടി അവർ കൈമാറി. തനിക്ക് വേണ്ടി ചെയ്ത ഈ സഹായങ്ങൾക്കൊക്കെയും നോയലിന് 50% കൊടുക്കാൻ കേറ്റി തീരുമാനിച്ചിരുന്നു. 6 മാസങ്ങൾ കഴിഞ്ഞ് കേറ്റിയും നോയലും ഒന്നിച്ച് ലോട്ടറി വിന്നേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്രീ ഏജൻസി തന്നെ ആരംഭിച്ചു. സ്വന്തമായി ഒരു ഓർഫനേജും പിസ്സ റെസ്റ്റോറന്റും തുടങ്ങി. കേറ്റിയും നോയലും ഒരു മാർഷൽ ആർട്സ് സ്കൂളും ആരംഭിച്ചു. കേറ്റിയും നോയലും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറുകയും സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരംഭിക്കുകയും ചെയ്തു. കാലിഫോർണിയ ഗ്രാൻഡ് ലോട്ടറി മറ്റ് സ്റ്റേറ്റുകളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്ന തരത്തിൽ 2ാം ഭാഗത്തിന് സൂചനയും കൊടുത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.